കാര്യങ്ങളെല്ലാം എല്ലാവരും പറയും. എൻ്റെ അമ്മയും അവളുടെ മനസ്സിലായി അവിടെ ശരിയാവും ചെയ്തു. പക്ഷെ നമുക്ക് ഫാമിലിനെ സേഫ് ആക്കാനാണ് നമ്മൾ ഉത്തരവാദിത്വം. അവർക്കില്ല. ഒരു ദൈവാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. യൂട്യൂബ് ചാനൽ. ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നേ എൻ്റെ ലൈഫിൽ നടന്ന ഒരു വേസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെ അത് തുടങ്ങണം അല്ലെങ്കിൽ എങ്ങനെ അത് പറയണം, നിങ്ങൾ അത് എന്ത് രീതിക്ക് എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഇത് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ഒത്തിരി പിള്ളേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമല്ല പേരിൽ ഒരാൾക്കെങ്കിലും അതൊരു ചിന്തിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫ് സേഫ് ആകുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞേക്കാം എന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു. സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ല, ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം നമ്മുടെയൊക്കെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ പഠിത്തം കഴിഞ്ഞ ഉടനെ നല്ലൊരു ജോലിക്ക് കയറുക, അപ്പം വീട്ടുകാരെ നോക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. എന്നെ ഡിഗ്രി കഴിഞ്ഞുള്ള ടൈമിൽ ഞാൻ 6 മാസത്തെ ഒരു കോഴ്സിന് വേണ്ടി എറണാകുളം പോയിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തിരിച്ചു വന്ന് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന മലപ്പുറത്ത് ഒരു ജോലിയുടെ കാര്യം ഞങ്ങളിങ്ങനെ അറിയുകയുണ്ടായി. ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് തന്ന കമ്പനിയുടെ പേരോ ഒന്നും ഞാനിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇനിയും ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞ് പെട്ടെന്ന് ജോലിക്ക് വേണ്ടി നല്ല ഉയർന്ന ശമ്പളത്തിൽ ജോലി തിരക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അവയർനെസ് വീഡിയോ മാത്രമായിട്ട് ഇത് നിങ്ങൾ കാണേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഭൂരിഭാഗം പേർക്കും അറിയാം, ഇടുക്കിയിൽ ഫ്രഷേഴ്സിന് ഓപ്പർച്യൂണിറ്റീസ് തീരെ കുറവാണ്. നമ്മൾ അതുകൊണ്ടാണ് ഇടുക്കിയിലെ പിള്ളേരെല്ലാം പുറത്തോട്ടും അല്ലെങ്കിൽ വിദേശത്തോട്ടും നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മളിവിടെ ജോലി ഇല്ലെന്നല്ല, ജോലിയുണ്ട്. പക്ഷേ നമ്മളുടെ ആ ഒരു ഇപ്പോഴത്തെ ഡെയിലി റുട്ടീൻ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. അപ്പോൾ എക്സ്പെൻസും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് നമുക്ക് ബാലൻസ് കിട്ടുകയില്ല. അപ്പം അതുകൊണ്ടാണ് എല്ലാവരും പുറത്തോട്ടൊക്കെ നോക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും നമ്മളുടെ ഫാമിലി എന്നാ സേഫ് ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. നമുക്കറിയാം ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവരും നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നല്ലാണ്ട് നമ്മളെ കൈ പിടിച്ചുയർത്തണം എന്നുള്ളൊരു രീതിക്ക് അവരാരും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അപ്പം നമ്മൾ തന്നെയാണ് ജോലി കണ്ടെത്തേണ്ടതും പോകേണ്ടതും എല്ലാം. അപ്പം അങ്ങനെ ഞങ്ങൾ എന്നെ ഇതുപോലെ ജോലി അവളും പറഞ്ഞു. അപ്പോൾ അവളുടെ ഫാമിലി ഒരു ലോവർ മിഡിൽ ക്ലാസ് ആണ്, നമ്മുടെ അതെ. ഞങ്ങൾക്ക് 2 പേർക്കും ഫാമിലീനെ സേഫ് ആക്കണം എന്നുള്ളൊരു തോട്ട് വന്ന് അപ്പം നമ്മൾ കുറേ തിരക്കി ഒന്നും അറിയാൻ പറ്റില്ല. പിന്നെ അവിടുത്തെ ആൾക്കാരോട് ചോദിക്കാതെ തന്നെയല്ലേ നമുക്ക് വഴിയുള്ളൂ. അപ്പോൾ അവിടുത്തെ മാനേജറെ വിളിച്ചപ്പോൾ മാനേജർ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്ര ദിവസം ട്രെയിനിങ് പീരീഡാണ്, അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ജോലിയിൽ കയറാം, അത് നിങ്ങളുടെ സ്ഥലത്ത് തന്നെ. ഇപ്പം ഞാൻ ഇടുക്കി കട്ടപ്പനയ്ക്ക് ഇപ്പുറമാണ്. അപ്പോൾ നമുക്ക് കട്ടപ്പനയിൽ തന്നെ ഇതിൻ്റെ ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ കട്ടപ്പനയിൽ തന്നെ നിങ്ങൾക്ക് ഓഫീസ് സ്റ്റാഫായിട്ട് ജോലിക്ക് കയറാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും അവളും കൂടി കുറേ തിരക്കി പിടിച്ചു. പിന്നെ എൻ്റെ ഒരു സീനിയർ ചേട്ടനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയോട് ചോദിച്ചപ്പോഴും പുള്ളി ഒന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്കത് റിവീൽ ചെയ്ത് പറയാൻ പറ്റുകയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഫോൺ അവരുടെ കയ്യിലാണ്. രാവിലെ ഒരു 9:30 അല്ലെങ്കിൽ 10 മണി തൊട്ട് വൈകിട്ട് ഒരു 3:30, 4 മണി വരെ ഫോൺ അവരുടെ കയ്യിലാണ്. നമ്മളുടെ കയ്യിൽ വേറെ ഒരു ഫോൺ തന്നെ വിടുകയുള്ളൂ. അപ്പം അവരുടെ ബോയ്സിൻ്റെ ഫോൺ അവർ അൺലോക്ക് ചെയ്ത് നോക്കും. അപ്പം അതുകൊണ്ടും പുള്ളിക്ക് ഞങ്ങളോട് ഇതൊന്നും ഓപ്പണായിട്ട് പറയാൻ പറ്റിയില്ല. അപ്പം എന്നോട് ഇത്ര മാത്രം പറഞ്ഞു, നിങ്ങൾ വന്നിട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിൽക്കുക അല്ലെങ്കിൽ പോവുക, ആ ഒരു രീതിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇല്ലാത്ത പൈസയും മുടക്കി നമ്മുടെ അച്ഛനും അമ്മയും എന്നാ ചെയ്തു, പണയം വെച്ചും സംഘത്തിൽ നിന്ന് ലോണല്ല കൈവായ്പ എടുത്ത് നമ്മളെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ഞങ്ങൾ പിറ്റേ ദിവസം കട്ടപ്പനയിൽ നിന്ന് എറണാകുളം ബസ് കയറി അങ്ങനെ നമ്മൾ മലപ്പുറത്തിന് പോവുകയാണ്. അവിടെ ചെന്ന് അവരെ കണ്ടു. അപ്പോൾ അവർ ഞങ്ങളെ ഹോസ്റ്റലോ കാര്യങ്ങളോ ഒന്നും ആദ്യമേ കൊണ്ട് കാണിച്ചില്ല. ഞങ്ങളോട് പറഞ്ഞു നാളത്തേക്ക് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഹോസ്റ്റലോ കാര്യങ്ങളോ ഒന്നും നമ്മളെ കാണിച്ചില്ല. ഓഫീസിൽ നമ്മളെ കൊണ്ടുപോയി. അപ്പോൾ ഓഫീസിൽ കൊണ്ടുപോയപ്പം തിരക്കേടില്ല, നമുക്ക് പ്രോബ്ലംസ് ഉള്ളതായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം എൻ്റെ അമ്മയും അവളുടെ അമ്മയും ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്കുള്ള ഡ്രസ്സും എല്ലാ സാധനങ്ങളും അവിടുത്തെ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ കടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം വാങ്ങിക്കെട്ടിക്കൊണ്ട് പോകുന്നത്. അവിടെ ചെന്നു. അപ്പോൾ അവർ ഓഫീസ് കാണിക്കുമ്പോൾ നമുക്കറിയത്തില്ലോ. ഓഫീസ് കാണിച്ചു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫും മാനേജറും എല്ലാം. അപ്പം നമ്മൾ അവരെ വിശ്വസിച്ചു. അപ്പം ഞങ്ങളെ ഹോസ്റ്റലിൽ കൊണ്ട് കാണിച്ചില്ല. ഞങ്ങൾ 2 അമ്മമാരുള്ളതുകൊണ്ട്
എന്നോട് പറഞ്ഞു പുറത്തൊരു ഹോട്ടലിൽ താമസിക്കുക, പിറ്റേ ദിവസം രാവിലെ 5 മണിക്ക് അമ്മയ്ക്കൊക്കെ റിട്ടേൺ വരാൻ വേണ്ടി അവിടുന്ന് KSRTC ബസ്സുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് എറണാകുളമാണ്, എറണാകുളം ത്രൂ നിങ്ങൾക്ക് ഇടുക്കിയിലോട്ട് പോകാം എന്നും പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അന്നേരം എല്ലാം എൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് പോയത്. എറണാകുളം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടിനൊക്കെ വീട്ടിൽ പോകും. മലപ്പുറം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല നമ്മൾ ഇത്ര ലോങ് ആയിട്ട് പോയേക്കുന്നത് ആദ്യമായിട്ടാണ്. അന്നേരം രാത്രിയിലെല്ലാം നമുക്ക് കിടന്നിട്ട് ഉറക്കമില്ല, മനസ്സിലൊക്കെ ഒരു വിഷമമുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 5 മണിയായപ്പോൾ അമ്മേനെയൊക്കെ കൊണ്ടുപോയി. അന്നാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവൾ ഹോസ്റ്റലിൽ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ഹോസ്റ്റലിൻ്റെ രൂപം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അവിടെ ശരിയാവത്തില്ലെന്ന്. പിന്നെ അവൾ പറഞ്ഞടി അമ്മയെല്ലാം കടം വാങ്ങിച്ച് ഇതുപോലെ വായ്പയെല്ലാം എടുത്ത് നമ്മളെ വിട്ടതല്ലേ. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞ് 15 ദിവസം ട്രെയിനിങ് പീരീഡ് നിന്നാൽ ആ 15 ദിവസം കൊണ്ട് നമുക്ക് 15,000 രൂപ കിട്ടും. പിന്നെ പ്ലേസ്മെൻറ്റ് ആയി കഴിയുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് ശമ്പളം കിട്ടും, ഓഫീസ് വർക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അന്നേരം നമ്മളോട് പറയുന്നത്. അപ്പം അന്ന് ഞങ്ങളെ അവിടെ കൊണ്ടുപോയി ഫുഡെല്ലാം വാങ്ങിച്ചു ഉച്ചയ്ക്ക് അവർ. അന്നേരം നമുക്കൊരു പ്രശ്നം തോന്നില്ല. വൈകുന്നേരം കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതും എൻജോയ് ചെയ്തു. അപ്പോഴും മനസ്സിലൊരിതുണ്ട്, പക്ഷെ എന്നാലും ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് നമ്മൾ മനസ്സിനെ ഇതാക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് അറിയുന്നത് ഓഫീസ് വർക്കല്ല അവിടുത്തെ ജോലി. മെയിനായിട്ട് എൻ്റെ ഫാമിലിയിൽ പകുതി പേർക്ക് ഇക്കാര്യം അറിയത്തില്ല. അവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു ബാഗ് തരും, അതിനകത്ത് പ്ലാസ്റ്റിക് പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കാണും, അത് നമ്മൾ കൊണ്ടുപോയി സെയിൽ ചെയ്യണം. അതായിരുന്നു അവിടുത്തെ ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റിലെ ജോലി. അപ്പം ഒരു ദിവസം 2 ദിവസമൊക്കെ ഞാൻ പോയി. കാരണം അമ്മയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി മുടക്കി നമ്മളെ വിട്ടതല്ലേ എന്ന് ഓർത്തിട്ട് 1-2 ദിവസം പോയി. പിന്നെ പറ്റുന്നില്ല, നമ്മൾ ഈ ജോലിയെല്ലാം പ്രതീക്ഷിച്ചേക്കുന്നത്. അതുമല്ലോ അറിയത്തില്ലാത്ത സ്ഥലങ്ങൾ. ഇവർ പെണ്ണുങ്ങളെ മാത്രമായിട്ടാണ് വിടുന്നത്. ബോയ്സും ഉണ്ട് കേട്ടോ, ബോയ്സിനെ വേറെ റൂട്ട് വിടും, ഗേൾസിനെ വേറെ റൂട്ട് വിടും, അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ 2 ദിവസം എല്ലാം പോയി. അന്നേരം ഞാൻ അമ്മേനെ വിളിച്ച് പറയുന്നുണ്ട്. അന്നേരം അമ്മ പറഞ്ഞു പറ്റുന്നില്ലെങ്കിൽ തിരിച്ച് പോരെന്ന് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ടും പറയുന്നില്ല, ഇത്രയും പൈസ മുടക്കി വിട്ടതല്ലേ, അപ്പോൾ നമ്മൾ 15 ദിവസം പിടിച്ചിരുന്ന ആ പൈസ നമുക്ക് കിട്ടും, എന്നിട്ട് അതുമായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ പിന്നെ തീരുമാനം എടുത്തു, ഞാൻ പോവുകയാണ്, നീ വരുന്നുണ്ടെങ്കിൽ വാ, ഇല്ലെങ്കിൽ നീ എന്നെ പൈസ വാങ്ങിച്ചിട്ട് വന്നാൽ മതി എന്നാണ്. പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് ഇവരോട് പറയുന്നത് ഞാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഫോണെല്ലാം തന്നു. ആദ്യമല്ലേ ഇവർ ഇല്ല കുഴപ്പമില്ല ഇത് മാറിക്കോളും, ഇത് ഇത്ര വലിയ സീനുള്ള പ്രശ്നമൊന്നുമല്ല, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓഫീസ് വർക്ക് തന്നെയാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ഒക്കെ ചെയ്തു. പക്ഷെ നമുക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. കാരണം നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ഞാൻ ഒറ്റ മോളാണ്, പിന്നെ എനിക്കുള്ളത് ഒരു അനിയനാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ഫാമിലീനെ സേഫ് ആക്കാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫാമിലീനെ സേഫ് ആക്കാനും പറ്റത്തില്ല, എന്നെ സേഫ് ആക്കാനും എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പോകുകയെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഒരു പേപ്പറിൽ എഴുതിപ്പിച്ചു, ഞാൻ ഇവിടുന്ന് നിർത്തി പോവുകയാണ്, ഇതിൽ ഒരു ഉത്തരവാദിത്വം അവർക്കില്ല, വീട്ടിൽ ചെന്നാലും ഇല്ലെങ്കിലും അവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന് മട്ടിൽ അവർ എന്നെ കൊണ്ട് എഴുതി വാങ്ങിപ്പിച്ചു. അവരവിടുന്ന് ബസ് സ്റ്റാൻഡ് വരെ എന്നെ കൊണ്ടുവിട്ടു. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്ഥലപ്പേര് ഞാൻ പറയുന്നില്ല, കാരണം സ്ഥലപ്പേര് പറഞ്ഞാൽ അത് വേറൊരു ഇഷ്യൂ ആയി പോകും. അതുകൊണ്ട് സ്ഥലപ്പേര് പറയുന്നില്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് പറയുന്നില്ല, മാനേജർ അല്ലെങ്കിൽ സ്റ്റാഫ്, അവിടെ വർക്കേഴ്സ്, ഇവരുടെ ആരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അവിടുന്ന് മലപ്പുറം ബസ് സ്റ്റാൻഡ് വരെ എന്നെ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കുന്നില്ല, പറയുന്നില്ല, ഒന്നുമില്ല. മലപ്പുറത്തുനിന്ന് എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കാരണം ഇത്ര ലോങ്ങൊക്കെ ആദ്യമായിട്ടാണ് പോയേക്കുന്നത് ഞാൻ. പിന്നെ ഇങ്ങോട്ട് മീൻസ് അങ്ങോട്ട് പോയതിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് മലപ്പുറത്തുനിന്ന് തൃശ്ശൂർ ബസ് കയറി. അപ്പം ഞാൻ ഫുഡ് പോലും കഴിച്ചിട്ടില്ല, രാവിലെ ഫുഡ് പോലും തരാനാണ് ഇവരെന്നെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഫുഡ് പോലും കഴിക്കാതെ മലപ്പുറത്തുനിന്ന് തൃശ്ശൂരിലോട്ട് ബസ് കയറി. തൃശ്ശൂരിൽ ബസ് വന്നിറങ്ങി. അപ്പം തന്നെ പെരുമ്പാവൂരിലോട്ട് ബസ് ഉണ്ടായിരുന്നു. അപ്പം തൃശ്ശൂരിൽ ഇറങ്ങി പെരുമ്പാവൂരിൽ ബസ്സിൽ ഞാൻ കയറി. പിന്നെ വിശക്കുന്നതുകൊണ്ടും നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ, നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര ലോങ്, അപ്പം സ്ഥലം തെറ്റിപ്പോകുമെന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. അപ്പം നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് ഉഴുന്നോടെ അല്ലെങ്കിൽ ഏത്തക്കപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ചെന്ന് നിന്നപ്പോഴേ ഈ പെരുമ്പാവൂർക്കുള്ള ബസ് എടുത്തു. പിന്നെ ആ ചേട്ടനോട് പറഞ്ഞ് എടുക്കണമെന്നുണ്ട്. പിന്നെ ഓടി വണ്ടിയിൽ കയറി അങ്ങനെ പെരുമ്പാവൂരെത്തി. പെരുമ്പാവൂരിൽ നിന്ന് ഡയറക്റ്റ് കട്ടപ്പന ബസ് ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്തോ ഒരു ദൈവാനുഗ്രഹം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ സെക്കൻഡ് തന്നെ എനിക്ക് അടുത്തടുത്ത ബസ് കിട്ടുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു 2 മണി 1:30 ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ വന്നു. പെരുമ്പാവൂരിൽ വന്ന അവിടെ നേരത്തെ തന്നെ കട്ടപ്പന ബസ് കിട്ടി. കട്ടപ്പനയിൽ എത്തിയപ്പോൾ 6:30 7 മണിയായി. അവിടെ നിന്ന് നേരെ എൻ്റെ വീട്ടിലോട്ട്.
പക്ഷെ എൻ്റെ കൂട്ടുകാരി എന്നെ കോണ്ടാക്ട് ചെയ്തു. അത് കഴിഞ്ഞ് അവൾ 3-4 ദിവസം കൂടി ഞാൻ പോകുന്ന കഴിഞ്ഞ് പിടിച്ച് നിന്നു. അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് ഫ്രോഡാണെന്ന് മനസ്സിലായപ്പോൾ അവളും നിർത്തി കഴിഞ്ഞ് പോന്നു. അപ്പം ഈ ഡിഗ്രി കഴിഞ്ഞ് ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ജോലി നോക്കുന്ന പിള്ളേരോടാണ് ഞാൻ പറയാനുള്ളത്. മെയിനായിട്ട് നമുക്ക് സേഫായിട്ടും എനിക്ക് തോന്നുന്നത് എല്ലായിടത്തും എവിടെ പോയാലും ഇപ്പോൾ എക്സ്പീരിയൻസ് ആണ് മസ്റ്റായിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മുടെ ഇവിടെ നിന്ന് ഒരു എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞ് പുറത്തോട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വേറെ ജോലി നോക്കാൻ പറ്റും. നമ്മൾ അത് ഓർത്ത് നമ്മൾ ടെൻഷൻ ആവുക അല്ലെങ്കിൽ വേറെ അടുത്ത് റിസ്ക് എടുത്ത് പോയി നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ, ആ ഒരു ജീവിതം നമ്മൾ നശിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് ഒരു ഇതിൽ ഞാൻ പറയുന്നത്. അപ്പം ഇനിയിപ്പം ഡിഗ്രി കഴിഞ്ഞ് ഇങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകുന്നവരായിക്കോട്ടെ ജോലിക്ക് പോകുന്നവരായിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിച്ചും കണ്ടും വേണം പോകാൻ വേണ്ടി. അഡ്വർടൈസ്മെൻറ്റ് പലതും പറയും, പല ആൾക്കാരും പലതും പറയും. 6 മാസത്തെ കോഴ്സാണെങ്കിലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല ഓപ്പർച്യൂണിറ്റിയാ കാര്യങ്ങളെല്ലാം എല്ലാവരും പറയും. പക്ഷേ അതെല്ലാം സേഫ് ആണോ, അവിടെ പഠിച്ച ആർക്കെങ്കിലും പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത ആർക്കെങ്കിലും മുന്നോട്ട് നല്ല രീതിക്ക് ജോലി കിട്ടിയിട്ടുണ്ടോ, നല്ല പൊസിഷനിലാണോ എന്നെല്ലാം ഡീറ്റെയിൽസ് തിരക്കിയിട്ട് മാത്രം നിങ്ങൾ പോയി ജോയിൻ ചെയ്യുക. അല്ലാണ്ട് പോയി എടുത്ത് ചാടി നമ്മുടെ ഉള്ള ജീവിതം കളയരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും അവയർനെസ് ആയിട്ട് കിട്ടും, കുറച്ച് പേർക്കെങ്കിലും ഗുണമായിട്ട് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇപ്പോഴത്തെ കാലഘട്ടം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്തൊക്കെ വന്നാലും ഈ കാര്യം നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. കാരണം എൻ്റെ ഫാമിലിയിൽ പകുതി പേർക്കും അറിയത്തില്ല ഞാൻ ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയ കാര്യം. അപ്പം അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി പിള്ളേരൊപ്പം അങ്ങനെ പോയി അബദ്ധത്തിൽ പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടും സേഫായിട്ടും മുന്നോട്ട് പോവുക. നമുക്കൊരു ജീവിതമുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.